നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, വായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വലിയ സിദ്ധിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഭാഗ്യമാണ്. ലോകത്തിലെ ജനതയുടെ വലിയ ഒരു ഭാഗം ആളുകൾക്കും എഴുത്തും വായനയും സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമ്മളതുകൊണ്ടാണ് സാക്ഷരത എന്ന് പറയുന്ന അത് പ്രചരിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്തുള്ള ഭാഷകൾ ഏതാണ്ട് 7000 ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഈ കണക്ക് മാറിയും മറിഞ്ഞും ഇരിക്കും. നക്ഷത്രങ്ങളുടെ എണ്ണം പോലെയാണ്. അതിങ്ങനെ നമ്മൾ എണ്ണി വരുമ്പോഴത്തേക്കും ചില നക്ഷത്രങ്ങളൊക്കെ ഇല്ലാതാവും, ചിലതൊക്കെ പുതിയതായിട്ട് വരികയും ചെയ്യും. ഭാഷകളും അതുപോലെയാണ്. അപ്പോൾ ഈ ഭാഷകളിൽ 7000-ഓളം ഭാഷകളുള്ളതിൽ ഒരു 10% മാത്രമേ സ്വന്തമായിട്ടുള്ള ഒരു എഴുത്ത് രീതി ഉള്ളൂ. മറ്റ് ഭാഷകളൊക്കെ നമ്മുടെ തുളുവിനെ പോലെയാണ്. ഇവിടെ തുളു എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ശാന്തി ചെയ്യുന്നവരിൽ പലരും തുളു ഭാഷക്കാരാണ്, തുളുനാട്ടിൽ നിന്ന് വന്നവരാണ്. അവർ തുളുനാട്ടിൽ നിന്ന് വന്നവരുമുണ്ട്, പിന്നെ അവരുടെ പിൻതലമുറക്കാരുമുണ്ട്. അവരുടെ ഭാഷ ആയിട്ടുള്ള തുളു ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ പിറന്നതാണ്. പക്ഷേ അതിന് ഈ സ്വന്തമായിട്ട് ഒരു ലിപി വ്യവസ്ഥയില്ല. കേരളത്തിലുള്ള ആളുകൾ തുളു സംസാരിക്കുന്നവർ അവർ എഴുതുന്നത് മലയാള ലിപിയിലാണ്. കർണാടകയിൽ ജീവിക്കുന്ന ആളുകൾ എഴുതുന്നത് കന്നഡ ലിപിയിലാണ്. കാശ്മീരിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കശ്മീരിൽ ജീവിക്കുന്ന ആളുകൾ, അവർ തുളു ഭാഷക്കാരാണെങ്കിൽ അവർ കശ്മീരി ലിപിയിലായിരിക്കും എഴുതുക. അപ്പം മലയാളത്തിന് ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു എഴുത്തു രീതി ഉണ്ട് എന്നുള്ളതാണ്. ഈ എഴുത്ത് രീതിക്ക് തന്നെ വലിയ ഒരു ഭാഗ്യമുണ്ട്, വലിയൊരു സമ്പത്തുണ്ട്. നമ്മുടെ എഴുത്ത് രീതിയിൽ തമിഴിലുള്ള എല്ലാ മിക്കവാറും എല്ലാ സ്വനങ്ങളും രേഖപ്പെടുത്താൻ കഴിവുണ്ട് നമ്മുടെ എഴുത്ത് സമ്പ്രദായത്തിന്. എന്നല്ല, സംസ്കൃതത്തിലെയും എല്ലാ സ്വനങ്ങളും നമുക്ക് എഴുതി കാണിക്കാൻ സാധിക്കും. മാത്രമല്ല, പുതിയതായിട്ടിപ്പോൾ ഇംഗ്ലീഷിൽ നിന്നൊക്കെ വാക്കുകൾ ഫാന്, ഓഫീസ്, ഫയൽ, ഇതൊക്കെ നമ്മുടെ ഭാഷയിലേക്ക് എല്ലാ ദിവസവും പുതുതായിട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവ രേഖപ്പെടുത്താൻ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇതൊക്കെ ഉള്ളത് നമ്മുടെ ഭാഗ്യമാണ്. പക്ഷേ ഈ ഭാഗ്യം ഇല്ലാത്ത ആളുകളുണ്ട്. കുട്ടികൾ കൂടുതലും ഈ അക്ഷരങ്ങളിൽ നിന്ന്, എഴുതി കാണിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പലർക്കും എഴുതാൻ അറിയാനും വയ്യാതെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലാണ് നമ്മൾ വായിക്കുക തന്നെ വേണം, വായിച്ച് ശീലിക്കണം. വായിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതാനും കഴിയും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാം നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ കമ്പ്യൂട്ടറും ഈ സ്മാർട്ട് ഫോണുകളും എല്ലാം വന്നതോടുകൂടി നമുക്കിപ്പോൾ പേന എടുത്ത് കൈകൊണ്ട് എഴുതേണ്ട ആവശ്യം ഇല്ല എന്നുള്ള സ്ഥിതിയായി കഴിഞ്ഞു. ഏത് ടെക്സ്റ്റും ഏത് പാഠവും നമുക്ക് വായിച്ചു തരാൻ ഇവിടെ കമ്പ്യൂട്ടറുണ്ട്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നൊരു സംവിധാനവുമുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ കമ്പ്യൂട്ടർ എഴുതി എടുത്തോളും. അല്ലെങ്കിൽ എഴുതി കിട്ടിയിരിക്കുന്ന ഒരു കാര്യം കമ്പ്യൂട്ടർ നമുക്ക് വായിച്ചു തരും. അപ്പോൾ പിന്നെ നമ്മൾ ഈ അക്ഷരമൊക്കെ പഠിക്കേണ്ടത് നമ്മളെന്തിനാണ് വായിക്കുന്നത് എന്നുള്ള വായന പഠിക്കുന്നത് എന്ന് പലരും ചിന്തിച്ചു പോകും. പക്ഷേ ഇത് ഒരു ശരിയായ മനോസ്ഥിതി അല്ല. ഇതുകൊണ്ട് എന്താണ് മനുഷ്യന് എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് ഉള്ള ഒരു സിദ്ധി, എഴുതാനും വായിക്കാനും അറിയുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സിദ്ധിയാണ്. സംസാരിക്കാൻ കഴിയുന്നത് പോലും മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ്. ജീവികളിൽ മനുഷ്യന് മാത്രമേ സംസാരിക്കാൻ കഴിവുള്ളൂ എന്നുള്ളത് നമ്മൾ
ഓർമ്മിക്കണം. അതിൽ തന്നെ എഴുതാൻ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന നമ്മളിൽ ഈ വികലാംഗരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അംഗപരിമിതി ഉള്ള നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ വായിക്കാനും എഴുതാനും അവർക്ക് പറ്റിയില്ല എന്ന് വരാം. അപ്രകാരമല്ലാത്ത ആളുകൾ ഒക്കെ അവർക്കൊക്കെ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ അക്ഷരങ്ങൾ എഴുതി കാണിക്കാൻ ഉള്ള കഴിവ് ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് അധികാരികളുടെ ചുമതലയാണ്. അധികാരികൾ അതിന് വേണ്ട ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഈ അവസരത്തിലാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. വായനയ്ക്കുള്ള പ്രാധാന്യം, വായിച്ച് വളരുക, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും എന്ന് കവി പറയുന്നത് ഈ സന്ദർഭത്തിലാണ്.